കേരളത്തിനൊപ്പം തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് തമിഴ്നാടും. അവിടെ പ്രത്യക്ഷത്തിൽ തിരിച്ചറിയാത്ത വിധം ഒരു പ്രശ്നം വട്ടം കറങ്ങുകയാണ്. ആരാണ് യഥാർത്ഥ ദ്രാവിഡ രാഷ്ട്രീയം പറയുന്നത് എന്നാണ് ആ ചോദ്യം. ഇപ്പോൾ തന്നെ സംഭവിച്ചത് നോക്കുക. ദ്രാവിഡ വിരുദ്ധ ഹിന്ദുത്വയുടെ വക്താവായിരുന്നു BJP തമിഴ്നാട് അധ്യക്ഷൻ കെ അണ്ണാമലൈ. CN അണ്ണാദുരയെ കണക്കറ്റ് വിമർശിക്കുന്ന നേതാവ്. ആ അണ്ണാമലയെ BJP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി. അതിന് ഒരു കാരണമേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പിൽ അണ്ണാ DMKയുമായി BJPക്ക് സഖ്യത്തിലാകണം. അണ്ണാദുരയുടെ പേരിൽ സ്ഥാപിതമായ പാർട്ടിയാണ് ഓൾ ഇന്ത്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന AIADMK. അണ്ണാദുരയെ വിമർശിക്കുന്ന ഒരാളുമായി ആ സഖ്യം സാധ്യമല്ല. തെരഞ്ഞെടുപ്പിന് വേണ്ടി BJP പോലും AIADMKയുടെ ദ്രാവിഡവാദം അംഗീകരിക്കാൻ തയ്യാറാകുന്ന കാഴ്ചയാണ് തമിഴ്നാട്ടിൽ. AIADMKയേക്കാൾ തീവ്ര ദ്രാവിഡവാദക്കാരാണ് DMK. ആ DMKയ്ക്ക് മുകളിൽ ദ്രാവിഡരുടെ കയ്യടി വാങ്ങുകയാണ് വിജയ്. ഇങ്ങനെ ദ്രാവിഡ രാഷ്ട്രീയം നിരവധി പട്ടങ്ങളായി പാറി പറക്കുന്ന ആകാശമാണ് തമിഴകത്തിൻ്റെത്. ഇതിൽ ഏതാണ് യഥാർത്ഥ ദ്രാവിഡവാദം? ഇതാ ആ സത്യം പറയട്ടെ. തമിഴ്നാട് ഗവർണർ RN രവിയോട് തൽക്കാലം സാംസ്കാരിക വിമർശനം വേണ്ട എന്ന് BJP പറഞ്ഞു എന്നാണ് കരക്കമ്പി. കെ അണ്ണാമലയെ പോലെ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ വലിയ വിമർശകനാണ് RN രവിയും. EV രാമസ്വാമിയെയും CN അണ്ണാദുരയെയും ഒക്കെ മിനിറ്റിന് വിമർശിക്കുന്നതാണ് ഹോബി. ആ നിലപാട് തമിഴ്നാട്ടിൽ ദോഷം ചെയ്യുമെന്നും നിലനിൽപ്പിന് നല്ലതല്ല എന്നും BJP തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതേസമയം വിശാലമായ ഹിന്ദുത്വവാദം ഉപേക്ഷിക്കാനും കഴിയില്ല. തമിഴ്നാട്ടിൽ കാലങ്ങളായി ഒപ്പമുള്ള സവർണരെ അത് നിരാശരാക്കും. അതേസമയം വിശാലമായ ഹിന്ദുത്വവാദം ഉപേക്ഷിക്കാനും കഴിയില്ല. തമിഴ്നാട്ടിൽ കാലങ്ങളായി ഒപ്പമുള്ള സവർണരെ അത് നിരാശരാക്കും. ഈ രണ്ട് നിലപാടിനുമുള്ള ഇടനിലയാണ് AIADMK സഖ്യത്തിലൂടെ BJP ഉദ്ദേശിക്കുന്നത്. അതും ഒരു വഴിക്ക് മാത്രമല്ല സഖ്യമുണ്ടാക്കാൻ ലക്ഷ്യമിടുന്നത്. AIADMKയെ NDAയുടെ ഭാഗമാക്കുക. അതിനൊപ്പം പുതിയ പാർട്ടി രൂപീകരിച്ചു വരുന്ന O പനീർശെൽവത്തെയും NDAയിൽ തന്നെ ഉൾപ്പെടുത്തുക. BJP സ്വന്തം അസ്തിത്വത്തിൽ വലിയ വെള്ളം ചേർക്കാതെ നിന്ന് പരമ്പരാഗത വോട്ട് ഉറപ്പിക്കുക. AIADMK വഴി മൃദു ദ്രാവിഡ വോട്ടുകളും മുന്നണിയിലേക്ക് എത്തിക്കുക. ഇവിടെയാണ് വിജയുടെ സാന്നിധ്യം ചോദ്യചിഹ്നമായി വരുന്നത്. വിജയ് തീവ്ര ദ്രാവിഡനോ മൃദു ദ്രാവിഡനോ ആണോ? അതോ ഇതിനെല്ലാം അപ്പുറത്ത് പുതിയൊരു രാഷ്ട്രീയ ധാര തുറക്കുകയാണോ? അതാണ് ഉത്തരം കിട്ടേണ്ട ചോദ്യം. തമിഴ് സിനിമയിൽ രജനീകാന്തും കമൽഹാസനും വരുന്ന ഒരു നിര, അതിന് തൊട്ടുതാഴെ വിജയും അജിത്തും വരുന്ന നിര. ഈ രണ്ടാമത്തെ നിരയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വിജയ് കടന്നു വരുന്നത് ഐഡന്റിറ്റി മറച്ചുവെച്ചല്ല. വിജയുടെ മുഴുവൻ പേര് ജോസഫ് വിജയ് ആണെന്ന് ആഘോഷപൂർവ്വം തമിഴ്നാട്ടിൽ പറഞ്ഞു നടന്നത് BJPയും ഒപ്പമുള്ളവരുമാണ്. ക്രിസ്ത്യൻ ആണെന്ന് പറഞ്ഞാൽ എന്തോ ഗ്രേഡ് കുറയുമെന്നോ മറ്റോ ധരിച്ച് പ്രചരിപ്പിച്ചതാണ്. ആ പ്രതിച്ഛായ തള്ളുകയോ കൊള്ളുകയോ ചെയ്യാതെയാണ് വിജയ് ഇതുവരെയുള്ള രാഷ്ട്രീയ നീക്കം നടത്തിയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ന്യൂനപക്ഷമായ ക്രിസ്ത്യൻ പ്രതിച്ഛായ വോട്ട് ബാങ്ക് എന്ന നിലയിൽ വിജയ്ക്ക് ഗുണം ചെയ്തേക്കില്ല. പക്ഷേ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അവഗണിക്കപ്പെടുന്നവർക്ക് വേണ്ടി സംസാരിക്കാനുള്ള അവകാശം ആ പ്രതിച്ഛായ വിജയ്ക്ക് നൽകുന്നുണ്ട്. അതിനോട് ചേർന്ന് നിൽക്കുന്ന അനേകർ തമിഴ്നാട്ടിലുണ്ട്. ദ്രാവിഡരിലേക്ക് കടന്നു ചെല്ലാനുള്ള ആ താക്കോലാണ് വിജയുടെ കയ്യിലുള്ളത്. ദ്രാവിഡർ എന്നാൽ പ്രത്യേക ജാതിയോ വംശമോ അല്ല, അതൊരു സംസ്കാരമാണ്. ആര്യ സംസ്കാരത്തിന്റെ മറുവശമാണ്. തമിഴ്നാട്ടിൽ അങ്ങനെ കടന്നു വരാൻ ദ്രാവിഡൻ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. കന്നഡ ബ്രാഹ്മണ സമുദായത്തിൽ നിന്ന് വന്ന ജയലളിത തമിഴ്നാടിന്റെ പ്രിയപ്പെട്ട അമ്മയായത് ചരിത്രമറിയുന്നവർ അത്ഭുതത്തോടെ കണ്ടുനിന്നതാണ്. ദ്രാവിഡരിൽ നല്ലൊരു പങ്കിനെ ഒപ്പം കൂട്ടിയാണ് ജയലളിത അധികാരത്തിലെത്തിയത്. MG രാമചന്ദ്രന്റെ സ്വത്വത്തിന്റെ തുടർച്ച മാത്രമായിരുന്നില്ല ജയലളിതയുടേത്, അത് സ്വന്തമായി നിർമ്മിച്ചെടുത്തതുകൂടിയായിരുന്നു. തമിഴ്നാടിന്റെ തീവ്ര ദ്രാവിഡ ശീലങ്ങൾ പറയുമ്പോൾ തന്നെ അവിടെ ആർക്കും നിലനിൽക്കാനുള്ള ഇടമുണ്ടെന്ന് ജയലളിത കാണിച്ചു തന്നു. TVKയുടെ ആദ്യ സംസ്ഥാന സമ്മേളനത്തിൽ വിജയ് പ്രഖ്യാപിച്ച ഒരു കാര്യമുണ്ട്. പെരിയാർ EV രാമസ്വാമിയുടെ വഴി പിന്തുടരും എന്നായിരുന്നു പ്രഖ്യാപനം. K കാമരാജും PR അംബേദ്കറും വേലു നാച്ചിയാരും ഒക്കെ ഒത്തുചേർന്ന ഒരു വഴിയായിരുന്നു രാമസ്വാമിയുടേത്. മറ്റൊന്നുകൂടി വിജയ് പറഞ്ഞു. പെരിയാറിന്റെ ദൈവവിരുദ്ധ നിലപാടൊഴികെ ബാക്കി എല്ലാത്തിനെയും പിന്തുണയ്ക്കുന്നു എന്നായിരുന്നു അത്. EV രാമസ്വാമി അടിയുറച്ച അവിശ്വാസിയായിരുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് അങ്ങനെയാകാമെന്ന് പോലും പറയാത്ത യുക്തിവാദി. വിജയ് സ്വന്തം നിലയ്ക്ക് ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നതല്ല ഇവിടുത്തെ വിഷയം. TVKയുടെ നേതാവ് എന്ന നിലയ്ക്ക് ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ ഒപ്പം നിർത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നതാണ് ആ പറഞ്ഞതിന്റെ പൊരുൾ. ദൈവവിശ്വാസികൾക്കും അവിശ്വാസികളായവർക്കും ഇടമുള്ള ദ്രവീഡിയൻ പാർട്ടി എന്ന് വിളിക്കാം TVKയെ.
പെരിയാർ സ്വന്തം സ്വത്തും മുഴുവൻ നിർമ്മിച്ചത് യുക്തിവാദി എന്ന നിലയിലാണ്. പെരിയാറിന്റെ എല്ലാ രാഷ്ട്രീയ നിലപാടുകളും യുക്തിവാദി എന്ന നിലയിൽ തന്നെയായിരുന്നു. എന്നാൽ ദ്രാവിഡ പാർട്ടികൾ ആ രാഷ്ട്രീയത്തെ അട്ടിമറിച്ചു. എം കരുണാനിധി വ്യക്തിപരമായി യുക്തിവാദിയായിരുന്നെങ്കിലും സ്വന്തം കുടുംബത്തിലും പാർട്ടിയിലും നിറയെ ദൈവവിശ്വാസികൾ ഉണ്ടായിരുന്നു. അണ്ണാ DMK വിശ്വാസികളുടെ തന്നെ പാർട്ടിയായിരുന്നു. അവിടെ വിജയുടെ നിലനിൽപ്പ് ഒരു പ്രശ്നമാകില്ല. പക്ഷേ ഏത് പാർട്ടിക്കാകും ദ്രാവിഡരുടെ പിന്തുണ എന്നാണ് ചോദ്യം. ദ്രാവിഡ രാഷ്ട്രീയത്തിൽ കൊടിപാർച്ചു നിൽക്കുന്നത് DMK തന്നെയാണ്. അവിടെയാണ് സവർണ വോട്ടുകൾക്കൊപ്പം അണ്ണാ DMK വഴിയും O പനീർശെൽവം വഴിയും കിട്ടുന്ന മൃദു ദ്രാവിഡ വോട്ടുകളും സ്വന്തമാക്കാമെന്ന് BJP കരുതുന്നത്. ഇതിനിടയിലേക്കാണ് ഇടിവെട്ടുപോലെ വിജയ് വന്നു നിൽക്കുന്നത്. വിജയുടെ രാഷ്ട്രീയ സ്വാധീനം എന്താണെന്നറിയാൻ പോകുന്നതേ ഉള്ളൂ. ഇതുവരെ അത് പരീക്ഷിക്കപ്പെട്ടിട്ടില്ല. രാഷ്ട്രീയം പ്രഖ്യാപിച്ച ശേഷം പിന്മാറിയയാളാണ് രജനീകാന്ത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ബിഗ് സീറോ ആണെന്ന് തിരിച്ചറിഞ്ഞയാളാണ് കമൽഹാസൻ. DMDK വഴി ആദ്യം ചലനമുണ്ടാക്കിയെങ്കിലും വിജയകാന്തിനും ലക്ഷ്യങ്ങളൊന്നും നേടാൻ കഴിഞ്ഞില്ല. MGR തമിഴ് രാഷ്ട്രീയത്തിൽ എന്താണോ നേടിയത് അതാണ് വിജയും ആഗ്രഹിക്കുന്നത്. വിജയുടെ തെരഞ്ഞെടുപ്പ് റാലികളിലെ ആൾക്കൂട്ടം സ്വന്തം ഫാൻസ് മാത്രമല്ല, സംഘാടകർ പഴയ ഫാൻസ് അസോസിയേഷൻ തന്നെയാണെങ്കിലും സാധാരണക്കാരായ വീട്ടമ്മമാരും ചെറുപ്പക്കാരുമാണ് വന്നു നിറയുന്നത്. വിജയോടുള്ള ആരാധന മാത്രമല്ല അവരെ അവിടെ എത്തിക്കുന്നത്, രാഷ്ട്രീയ മാറ്റത്തിനുള്ള ആഗ്രഹം കൂടിയാണ് ഈ ജനക്കൂട്ടത്തെ സൃഷ്ടിക്കുന്നത്. രണ്ട് ദ്രാവിഡ പാർട്ടികളുടെയും പരമ്പരാഗത വഴിയിലാകില്ല ഇനി തമിഴ്നാട് രാഷ്ട്രീയം സഞ്ചരിക്കുന്നത്. അവിടെ വിജയ് മാറ്റങ്ങളുമായി വന്നു നിൽപ്പുണ്ട്. അണ്ണാ DMK ഘടകങ്ങളെ എല്ലാം ഒരുമിപ്പിച്ച് പുതിയ പാത വെട്ടാൻ BJPയും തയ്യാറെടുത്തു കഴിഞ്ഞു. DMKയും പുതിയ പാതയിലാണ്. എം കരുണാനിധിയിൽ നിന്ന് MK സ്റ്റാലിനിലേക്ക് വന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാത്രമാകാം. എന്നാൽ ഉദയനിധിയിലേക്ക് പാർട്ടി ഏതാണ്ട് എത്തിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം. പെരിയാർ വിഗ്രഹങ്ങൾ തകർത്തിരുന്ന കാലത്ത് ഒരു മാനവൻ ഒരു ദൈവം എന്ന വാദമായിരുന്നു CN അണ്ണാദുരൈ മുന്നോട്ട് വെച്ചത്. വിഗ്രഹങ്ങൾ ഉടയ്ക്കാനുമില്ല, അവയ്ക്ക് മുന്നിൽ നാളികേരം ഉടയ്ക്കാനുമില്ല എന്നാണ് അണ്ണാദുരൈ പറഞ്ഞത്. അവിടെ നിന്നാണ് അണ്ണാ DMKയുടെ രാഷ്ട്രീയം ഉരുത്തിരിഞ്ഞു വരുന്നത്. DMKയുമായി അത് വ്യത്യാസപ്പെടുന്നതും അക്കാര്യത്തിലാണ്. ഒരു മനുഷ്യൻ ഒരു ദൈവം എന്ന അണ്ണാദുരൈയുടെ നില തന്നെയാണ് ഇപ്പോൾ വിജയും പിന്തുടരുന്നത്. അണ്ണാ DMKയെ കൂടെ കൂട്ടുന്ന BJPക്ക് ഒരു മാനവൻ ഒരു ദൈവം എന്ന് തറപ്പിച്ചു പറയാൻ ഏതായാലും കഴിയില്ല. 30 ദൈവങ്ങൾ മാത്രമല്ല, പല ഡസൻ ജാതികളെയും ആ ജാതികളിൽപ്പെട്ടവർ ചെയ്യുന്ന തൊഴിലുകളെയും ഒക്കെ അംഗീകരിച്ചു പോകുന്ന പാർട്ടിയാണ് BJP. ആ ജാതി വ്യവസ്ഥയിൽ നിന്ന് തമിഴ്നാടിനെ ഒരു പരിധിവരെ രക്ഷിച്ചത് ദ്രാവിഡ പാർട്ടികളാണ്. DMK ഇപ്പോൾ നിൽക്കുന്നത് ദ്രാവിഡവാദത്തിന്റെ സംരക്ഷകർ എന്ന നിലയിലാണ്. സനാതനധർമ്മ വിരുദ്ധ നിലപാടുകളിലൂടെയും ഭാഷാ സമരങ്ങളിലൂടെയും കേന്ദ്രവുമായുള്ള ഷണ്ടയിലൂടെയും എല്ലാം ഉരുത്തിരിഞ്ഞു വന്ന പ്രതിച്ഛായയാണത്. സാധാരണ മുൻ DMK സർക്കാരുകൾ നേരിടുന്നത് പോലെ ഭരണവിരുദ്ധ വികാരവും DMK നേരിടുന്നില്ല. ഈ സാഹചര്യത്തിൽ BJPക്കോ AIADMKക്കോ പരിധിക്കപ്പുറത്തേക്ക് കടന്നു കയറണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം. വിജയുടെ പാർട്ടിക്ക് ദ്രാവിഡ സ്വത്വം അവകാശപ്പെട്ട് മുന്നോട്ട് വരാൻ കഴിയുമെന്നതിൽ തർക്കമില്ല. പക്ഷേ മത്സരിക്കാൻ ഇറങ്ങുന്നത് ശരിക്കൊന്ന് പ്രവർത്തിച്ചു കാണിക്കാതെയാണ്. MLAമാരാകാൻ മത്സരിക്കുന്നവരിൽ എത്ര പേരെ ജനത തിരിച്ചറിയും എന്ന ചോദ്യമാണ് വിജയ് നേരിടുന്നത്. ആ പ്രതിസന്ധി പൊട്ടിച്ചെറിയുക അത്ര എളുപ്പമല്ല. നമസ്കാരം.